വൈകുന്നേരം എന്ത് കറി വയ്ക്കും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ ശരി മാന്തളും പരിപ്പ് കുത്തി കാച്ചതും ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ മെയിനായിട്ടാണ് പരിപ്പ് കുത്തി കാച്ചത്. ഇവിടെ നമ്മളതിന് പരിപ്പ് കുത്തി കാച്ചതെന്നാണ് പറയുക. നമ്മുടെ മാന്തളത് ഏകദേശം വന്നിട്ടുണ്ട് ഒരു സൈഡ്, ഇനി അത് മറിച്ചിടണം. അപ്പം ഞാനതിൻ്റെ പണി ചെയ്യുന്നുണ്ട്. രണ്ടടുപ്പും കൂടി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഞാൻ എന്തായാലും അതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. എണ്ണ കുറച്ച് കുറവാണ്. അധികം എണ്ണ ഉപയോഗിക്കാതിരിക്കാനുള്ള എൻ്റെ ചില ചെറിയ സൂത്രപ്പണികളാണ്, അതെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ചട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്നുമുളകും പിന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ എടുത്തു ചട്ടിയിലേക്ക് ഇട്ടു. ഇനി അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് മുന്നേ ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പും കുറച്ച് തക്കാളിയും സവോളയും കൂടി ചേർത്തിട്ട് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ കളഞ്ഞെടുക്കണം. കുറച്ച് നേരമായി വെച്ചിട്ട്. അതെ, ഏകദേശം ആയിട്ടുണ്ട്. അയ്യോ, ക്യാമറ മൂടിപ്പോയില്ലേ. അതാ അതിൻ്റെ ചൂട് അങ്ങനെ അടിച്ചപ്പോൾ പറ്റിപ്പോയതാണ്. കുരുന്നുള്ള എയർ അങ്ങനെയും വന്നിട്ട് നമ്മുടെ ക്യാമറ മൂടിക്കളഞ്ഞു. അടുപ്പത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. പരിപ്പും തക്കാളിയും സവോളയും ഒക്കെ കൂടി നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആ ചട്ടിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച്, ചില സമയത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാറുണ്ട്, ചിലപ്പം അധികം അങ്ങനെ കുറുക്കാറില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അധികം കുറുക്കണില്ല. കാരണം വെച്ചാൽ ഇന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പം ഒന്ന് ചൂടൊക്കെ ആറി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. അപ്പം ഞാൻ ഓൾറെഡി നന്നായിട്ട് കുറുകിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തേക്ക് അത് അങ്ങനെ കട്ടയായി പോകും. പിന്നെ അതിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യേണ്ടി വരും. അത് ഇരട്ടി പണിയല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ തീ ഓഫ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പരിപ്പ് കൂട്ടാനായി. ഇനിയിപ്പോൾ അതേ ചോറൊക്കെ എടുത്ത് കറിയും കൂട്ടി മാന്തൾ വറുത്തത് കൂട്ടിയിട്ട് ഒരൊറ്റ പിടുത്തം പിടിക്കുക. പരിപ്പിൻ്റെ മാത്രം കളറല്ല കേട്ടോ. ഞാൻ പരിപ്പ് കുക്കറിൽ വേവാൻ വെച്ച സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് ചേർത്തോളൂ കേട്ടോ. കറി ആയിക്കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കണമെന്നാണ് കേട്ടോ. ഞാനതുകൊണ്ട് എന്തായാലും ഇത് ഓടിപ്പോയി കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ആ മാന്തൾ വറുത്തതും പരിപ്പ് കറിയും ചോറുപൊടി ഇങ്ങനെ കൂട്ടി കുഴച്ചിട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര വീക്ക്നെസ് സാധനം. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ ചോറുണ്ണാനും പറ്റും. അപ്പോൾ എന്തായാലും എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം കുശാലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടേ.